കല്യാശ്ശേരിയിൽ നടന്ന കാര്യങ്ങളുടെ സ്വീക്വൻസിനെ ജയ്ക്ക് തന്ത്രപൂർവ്വം തിരിച്ചു പറയുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയല്ല ആദ്യം ചെയ്തത്. അവിടെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെക്കാണ് പോലീസ്. എന്തുകൊണ്ടാണ് അവിടെ കരുതൽ തടങ്കലിൽ വെച്ചത്? കണ്ണൂർ തൊട്ട് കാസർഗോഡ് തൊട്ട് കല്യാശ്ശേരി വരെ ഒരു പ്രതിഷേധവും ഞങ്ങൾ പ്രത്യക്ഷത്തിൽ നടത്തിയില്ലല്ലോ. പക്ഷേ അവിടെ കരുതൽ തടങ്കലിൽ വെച്ചപ്പോൾ അതിനെതിരെ കരിങ്കൊടിയുമായിട്ട് വഴിയരികിൽ നിന്ന ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കാൻ ഹെൽമറ്റും ചെടിച്ചട്ടിയും ഒക്കെ ഉപയോഗിച്ചപ്പോൾ, കുറുവടിയൊക്കെ ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജീവൻ രക്ഷാ മാർഗമാണ്, നല്ല മാതൃകയാണ്, ഇനിയും തുടരണം എന്ന് പറഞ്ഞ് ഒരു ഇളിഞ്ഞ ചിരിയും ചിരിച്ചു. അന്ന് മുതലാണ് യൂത്ത് കോൺഗ്രസ് പരസ്യമായിട്ട് പ്രതിഷേധവുമായിട്ട് വരുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ജയ്ക്ക് പറയുന്നുണ്ട് ഡിവൈഎഫ്ഐ അങ്ങനെ അക്രമത്തിനൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരും കൂടി നികുതി കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സർവ്വസന്നാഹങ്ങളും ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ നികുതി കൊടുക്കുന്ന ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതിൽ ഡിവൈഎഫ്ഐയുടെ തീരുമാനമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ പറഞ്ഞ ഡിവൈഎഫ്ഐ തീരുമാനിച്ചെങ്കിൽ മറ്റൊരു തരത്തിലാകുമായിരുന്നു. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ തീരുമാനമില്ലാതെയാണോ കൊല്ലത്ത് നിങ്ങളുടെ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള വൈശാഖ് കുറുവടിയും കല്ലുമായിട്ട് ഓടിയെടുക്കുകയും യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുകയും അവസാനം അതുകൊണ്ട് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ പട്ടി കടിക്കുന്ന പോലെ, തെരുവുനായ കടിക്കുന്ന പോലെ കറുമുറാന്ന് കടിച്ചിട്ടും പോയില്ലേ? അത് ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം ഇല്ലാതെയായിട്ടാണെങ്കിൽ ഇത്തരം തെരുവ് നായകളെ പിടിച്ച് ചങ്ങലക്കിടാനുള്ള ബാധ്യതയെങ്കിലും ഡിവൈഎഫ്ഐ കാണിക്കണം. ഇനി ലാത്തിയും കല്ലും ഹെൽമറ്റും കുറുവടിയും ഒക്കെ ജീവൻ രക്ഷാ മാർഗങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാ. അത് ഞങ്ങളിടയ്ക്കൊന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തത്ര പേടി? ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി? ഇന്ന് വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ഡിവൈഎഫ്ഐക്കാരെ എന്തിനാ മർദ്ദിച്ചേ? വണ്ടിപ്പെരിയാറിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി സമരം ചെയ്ത് എന്തിനാ? 6 വയസ്സായ ഒരു പിഞ്ചു പെൺകുട്ടിയെ ഡിവൈഎഫ്ഐയുടെ ഒരു സഖാവ്, ജീവൻ രക്ഷാ പ്രവർത്തക സംഘത്തിൽ ഒരുത്തൻ അവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതിന് അയാൾക്കെതിരെ പോലീസും പ്രോസിക്യൂഷനും സർക്കാരും പരാജയപ്പെട്ടപ്പോൾ അയാൾ കൽത്തുറങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പച്ചക്കള്ളം പറയുന്നു. അല്ല, അങ്ങ് പലതും പറഞ്ഞ് ഇടപെട്ടില്ല. ഈ വിഷയത്തിൽ അങ്ങ് പച്ചക്കള്ളം പറയുന്നു. അങ്ങനെ തുടരാൻ പാടില്ല. അങ്ങേക്ക് ഡിവൈഎഫ്ഐയുടെ അദ്ദേഹത്തിന് അംഗത്വത്തിലെയാണ്? നിങ്ങളെ പോലെ വ്യാജന്മാരുടെ സംഘമാണ് ഡിവൈഎഫ്ഐ. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ഘടകം ഏതാണ്, ഏത് ഘടകത്തിൽ ഏത് ഭാരവാഹിയാണ് അങ്ങ് വ്യക്തമാക്കിയാൽ ഞാൻ നിർത്താം. കള്ളം പറഞ്ഞു എന്ന് അങ്ങ് സമ്മതിക്കണം. ജയിക്ക് ഞാനിനി ഞാനൊന്ന് പറയട്ടെ. താങ്കൾ ഇങ്ങനെ കയറി വെടിവെക്കില്ല. ഞാനൊന്ന് പറയട്ടെ. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ ഒറ്റ കാര്യം അങ്ങ് പറഞ്ഞതിന് തുടർച്ചയാണ്. ഡിവൈഎഫ്ഐയുടെ ഏത് ഘടകത്തിന്റെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾ വിഷമിക്കില്ലേ? താങ്കൾ തങ്ങളുടെ മുഖ്യമന്ത്രിയെ പോലെ ഇത്രത്തോളം അസഹിഷ്ണുത കാണിക്കില്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനും സഹയാത്രികനും സഹപ്രവർത്തകനും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ മുന്തിയ നേതാക്കന്മാരോടൊപ്പം നിന്ന് റെഡ് വോളണ്ടിയർ കുപ്പായം ഇട്ടുകൊണ്ട് ഇവനൊക്കെ ഫോട്ടോ എടുക്കാൻ എങ്ങനെ സൗകര്യം കിട്ടിയ നാട്ടിലെ പിഞ്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുന്ന നരാധമന്മാർക്ക് നാളിതുവരെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരനല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നെങ്ങനെ ജയിക്കുന്ന ഈ പുതിയ അഭിപ്രായം കിട്ടുന്നത്? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരനല്ലെങ്കിൽ പാർട്ടിക്കാരല്ലാത്തവർക്കൊക്കെ ഈ കുപ്പായം നിങ്ങൾ ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ വെയിറ്റ് ചെയ്യൂ. വയനാട് എംപിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തവൻ ജയിലിൽ കിടക്കുന്നുണ്ട് പല കേസിൽപ്പെട്ട്. പറയണോ ആരാന്ന്? സാമ്പത്തിക തട്ടിപ്പ്, പോക്സോ കേസ്, വയനാട് എംപി ഈ കേസിന് പിന്തുണ കൊടുത്തു ഞാൻ പറഞ്ഞാലോ? ഏത് പാർട്ടിയിലും നരാധമന്മാരുണ്ടാകും, സ്ത്രീ പീഡകരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് പറയണേ. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ. നടപടി സ്വീകരിക്കേണ്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, പോലീസാ, പ്രോസിക്യൂഷനാ. അല്ലാതെ ഇവനെയൊക്കെ കൽത്തുറങ്ങിൽ നിന്ന് പുറത്തിറക്കി വിട്ടിട്ട് ജീവൻ രക്ഷാ പ്രവർത്തന സംഘത്തിൽ ചേരാൻ പറയുകയല്ല ചെയ്യണ്ടേ. അല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിൽ ഗുണ്ടകളുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലും ഇല്ലേ, ഞങ്ങളുടെ പാർട്ടിയിൽ പീഡിപ്പിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആളൊന്നും ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്ന ന്യായം ഒന്നും പറയില്ല ജയിക്കെ. ഇത് പുതിയ കാലഘട്ടമാ. നിങ്ങളുടെ പാർട്ടിക്കാരനല്ലെങ്കിൽ നിങ്ങൾ ഇന്നല്ല അത് പറയണ്ടേ. ഇനി ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. നിങ്ങൾ നവകേരള നിർമ്മിതിയെ കുറിച്ച് പറഞ്ഞല്ലോ. സ്കൂളുകളുടെ മതിൽ പൊളിച്ചും അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടം പൊളിച്ചും അല്ലെങ്കിൽ
നാട്ടിലെ ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ചൊക്കെ നടത്തുന്ന നവകേരള നിർമ്മിതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കല്യാശ്ശേരിയിൽ ഇത് നടത്തി, നിങ്ങൾ കൊല്ലം വരെ ഇത് നടത്തി, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നടത്തിയ അശ്ലീല സമരം എന്ന അത് നിങ്ങൾ SFIക്കാര് അടിവസ്ത്രമിടാതെ പോയി നടത്തിയ സമരം കണ്ടിട്ട് തോന്നായിരിക്കും. യൂത്ത് കോൺഗ്രസ് ഒരു അശ്ലീല സമരവും നടത്തിയിട്ടില്ല. പിന്നെ പോലീസിന്റെ കഴിവിനെ കുറിച്ച് താങ്കൾ പറയുന്നു. പോലീസിന്റെ കഴിവ് വണ്ടിപ്പെരിയാറിലും വാളയാറിലും ഒക്കെ മരണപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുന്നതിൽ നമ്മൾ കണ്ടതാ. പോലീസിന്റെ കഴിവ് മാല മോഷ്ടിക്കുന്നവനും മാങ്ങ മോഷ്ടിക്കുന്നവന്റെ ഒക്കെ ശേഷിയോടെ നമ്മൾ കണ്ടതാ. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിയിട്ട് ഒരു നടപടി സ്വീകരിക്കാൻ പോലും കഴിയാതെ ഉന്നത ഉദ്യോഗസ്ഥരെ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ പോലീസിന്റെ കഴിവിനെ കുറിച്ച് പറയണ്ട. അറ്റ്ലീസ്റ്റ് ആ മഹിജയുടെ പഴയ SFIയുടെ സഹയാത്രികയല്ലേ, മഹിജയുടെ മരണത്തിന്റെ ഉത്തരവാദികൾക്കെതിരെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കേരളത്തിലെ പോലീസിനോട് ആവശ്യപ്പെടണം. ഇനി 5 പേര് കൂത്തുപറമ്പിൽ രക്തസാക്ഷിയായതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അവര് ഞാൻ മനസ്സിലാക്കുന്നത് DYFI യൂത്ത് കോൺഗ്രസിനെ പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള ഉത്തമ ബോധ്യത്താണ് ഞാൻ പറയുന്നു. ആ 5 ചെറുപ്പക്കാർ മരണപ്പെട്ടത് ആത്മഹത്യാ സ്ക്വാഡായതിനാണോ? നിങ്ങളുടെ നേതാക്കന്മാർ സമരം ചെയ്യാൻ പോയി അടിമേടിക്കുന്ന ആളുകളൊക്കെ ആത്മഹത്യാ സ്ക്വാഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂത്തുപറമ്പിലെ ആളുകൾ ആത്മഹത്യാ സ്ക്വാഡാണോ എന്നുകൂടി താങ്കൾ പറയണം. അടുത്തത് കറുത്ത പതാക എന്ന് താങ്കൾ പറഞ്ഞു. കരിങ്കൊടി നിങ്ങൾ ഉയർത്തുമ്പോൾ കറുത്ത പതാകയും ഞങ്ങൾ ഉയർത്തുമ്പോൾ അത് കരിങ്കൊടിയുമാകുന്ന എങ്ങനെ ജയിക്കേ? നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് സമരം ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ആ അംഗൻവാടിയിലെ ആശാ വർക്കർമാരെ പോലെ അല്ലെങ്കിൽ ആയമാരെ പോലെ കുറുക്ക് തരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ പെൺകുട്ടികളെ തെരുവിലിട്ട് അടിച്ച് അവരുടെ വസ്ത്രം ഇറക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ 2 സംഘടനകളോട് 2 നയം സ്വീകരിക്കുന്ന ഈ പോലീസ് കൃത്യമായിട്ട് സഖാവുവൽക്കരിക്കപ്പെട്ടു. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ സംഘവൽക്കരണം എന്ന് പറഞ്ഞില്ലേ? കേരളമെമ്പാടും സഖാവുവൽക്കരണം ചെയ്യുന്ന ഈ പോലീസ് സേനയ്ക്കെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. അതിന് നിങ്ങൾക്ക് എന്താ ഛേദം? നിങ്ങളെ പോലെ തന്നെ സമരം ചെയ്യാനുള്ള ശേഷിയും അവകാശവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത് ചെയ്യും. ഇനി തടയാൻ വന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ജീവൻ രക്ഷാ ടൂളുകളൊക്കെ ഒന്നൊന്നായിട്ട് ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്നു. സത്യത്തിൽ ഒഴുകുന്നതേ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പുറത്തേക്ക് ഒഴുകി പോകുന്നത്. അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ അന്ന് ചർച്ച ചെയ്യേണ്ടതല്ല. നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു എന്ന് എത്ര പരാതികൾ കിട്ടി, എത്ര പരിഹരിച്ചു, ആ പരാതി പരിഹരണത്തിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് ഇതുവരെ അവർക്ക് പറയാൻ ധൈര്യം കിട്ടിയിട്ടില്ല. കേരളീയം നടത്തിയതിന്റെ ചെലവ് എത്രയാണെന്ന് കൃത്യമായിട്ട് ഇതേവരെ കേരള സർക്കാരിന് പോലും നിശ്ചയമില്ലാത്തൊരു സാഹചര്യം. ഇവിടെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഇടുക്കിയിലെ മറിയക്കുട്ടി പറഞ്ഞതിനെ കുറിച്ചിട്ടാണ്. അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തതായിട്ട് നമുക്കൊരു അറിവുമില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പട്ടിക്ക് തീറ്റ കൊടുക്കുകയോ അല്ലെങ്കിൽ പട്ടിക്ക് കൂടുണ്ടാക്കുക ഇതൊന്നും നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ നാട്ടിലെ കുട്ടികൾക്ക് നീതി കിട്ടണം. അത്തരത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് വണ്ടിപ്പെരിയാറിൽ നടന്നത്. മറിയക്കുട്ടിക്ക് പട്ടിണി ഇല്ലാതെ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്യേണ്ട സാഹചര്യമില്ലാതെ ഈ കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് കേരള സർക്കാരാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുക. ഇവിടെ മധുര പലഹാരം വിതരണം ചെയ്തു, അത് K. സുധാകരന് കൊടുക്കണമെന്നാണ് ജയിക്ക് പറഞ്ഞത്. ഇവിടെ ഗവർണർ കൊണ്ട ആഗ്രാപ്പേടയും മേടിച്ച് ആനപ്രതിമ തിരിച്ചും കൊടുത്ത് ഓണക്കോടിയും കൊടുത്ത് ഗവർണർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് ഇഷ്ടം പോലെ ഇഷ്ട സ്വാതന്ത്ര്യത്തിന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വിഹരിച്ചോ, നിങ്ങൾ ഗവർണർ തന്നെയായിട്ട് തുടർന്നോ, നിങ്ങൾ ചാൻസലർ തന്നെയായിട്ട് തുടർന്നോ എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ ഗവർണർക്കെതിരെ ആദ്യം ഗോബാക്ക് വിളിക്കുകയും ആദ്യം പ്രതിഷേധിക്കുകയും ചെയ്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാ. അന്ന് നിങ്ങളൊക്കെ ഒറ്റ കൈയായിരുന്നു. ഇനി അത് ഞാൻ വിടുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ വണ്ടിപ്പെരിയാറിലെ പീഡിപ്പിച്ച ആ ഡിവൈഎഫ്ഐക്കാരനല്ല എന്ന്. പിന്നെ ഡിവൈഎഫ്ഐക്കാരനല്ലെങ്കിൽ ഇയാൾക്ക് എങ്ങനെ നിങ്ങളുടെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ റെഡ് വോളണ്ടിയർ യൂണിഫോം ഇട്ട് നിങ്ങളുടെ പാർട്ടിയുടെ സമ്മേളന വേദിയിൽ വന്ന് സെൽഫി എടുക്കാനുള്ള സൗകര്യം കിട്ടിയത്? ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിന്റെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് വരാനായിട്ട് ഒരു പരാതിക്കാരൻ വന്നപ്പോൾ അയാളെ അടിച്ചോടിക്കുകയാണ് നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാര്. അതേ സാഹചര്യത്തിലാണ് കേരളത്തിലെ പാർട്ടി സഖാക്കന്മാരുടെ CPMന്റെ പാർട്ടി സമ്മേളന വേദിയിൽ ഈ അർജുൻ വന്ന് നിങ്ങളുടെ റെഡ് വോളണ്ടിയർ യൂണിഫോം ഇട്ട് നേതാക്കന്മാരോടൊപ്പം സെൽഫി എടുക്കുന്നത്. ഇനി രണ്ടാമത്തത്, ഇയാളെ അന്ന് തന്നെ പുറത്താക്കിയെന്ന് DYFIയുടെ പ്രസ്താവനയുണ്ട്. MA നിഷാദ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ DYFIക്കാരനാണെന്ന്. ഇതിനപ്പുറത്ത് ഇയാൾ DYFIക്കാരനാണോ എന്ന് അറിയാനായിട്ടുള്ള DNA ടെസ്റ്റ് നടത്താൻ എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ, നിങ്ങൾ വ്യാജ യൂത്ത് കോൺഗ്രസ് എന്ന് അത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബോധ്യത്തിൽ നിന്ന് നാളിതുവരെ നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ വ്യാജന്മാരെ ഞങ്ങൾക്കറിയാം. വ്യാജ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അത് ഒറിജിനൽ ആണെന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, എഴുതാത്ത പരീക്ഷ ജയിക്കുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് 2 കോളേജിൽ വ്യാജമായിട്ട് പഠിപ്പിച്ച് വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ BCom ജയിക്കാതെ MCom ജയിച്ചവരും വ്യാജ രേഖയുടെ ഞാൻ പറയുമ്പോൾ താങ്കൾ ഇടപെടരുത്. താങ്കൾ പറയുമ്പോൾ ഞാനും ഇടപെടും.
മര്യാദ കാണിക്കണം. താങ്കൾ മര്യാദ കാണിക്കണം. താങ്കൾ ആദ്യമായിട്ട് ഞാൻ മിണ്ടിയില്ല. ഇനി ഞാൻ കള്ളം പറയുന്നതാണെങ്കിൽ താങ്കൾ തിരുത്തിക്കോ. താങ്കൾ തിരുത്തിക്കോ. പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ജയിക്കെ മര്യാദ കാണിക്കണം. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇനി താങ്കൾ പറഞ്ഞത് ബികോം ജയിക്കാതെ എംകോം ജയിച്ചവന്റെ സർട്ടിഫിക്കറ്റ്, ബികോം ജയിക്കാതെ എംകോമിന് അഡ്മിഷൻ എടുത്തവന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞത് എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാ, ഞാനല്ല. പിന്നെ നിങ്ങൾ വയനാട്ടിലെ ഒരു ബാങ്കില് പ്രസിഡന്റ് ആയിരുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ജയിലിൽ പോയതിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ അയാളെ തള്ളി പറയുന്നു. ഞങ്ങൾ അയാളെ അനുകൂലിച്ച് ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ ഒരു ബൂത്ത് മെമ്പർ പോലും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ സഖാക്കന്മാര് ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ ജയിലിൽ പോയപ്പോ നിങ്ങൾ എത്രത്തോളം പ്രയാസപ്പെട്ടു. നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയും വന്ന് ഈ അഴീക്കോടൻ രാഘവന്റെ മണ്ണിൽ വന്ന് പറഞ്ഞില്ലേ പാർട്ടി സഖാക്കന്മാരെ ഒറ്റ കൊടുക്കരുത്. ഒറ്റ കാര്യം ഞാൻ പറയാം. താങ്കൾ എന്നോട് ചോദിച്ചത് അന്തസ്സുണ്ടെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ അന്തസ്സുള്ളൂ. താങ്കൾ ആദ്യം താങ്കളുടെ അന്തസ് ഒന്ന് പറയണം. ചിരിച്ചുകൊണ്ട് നുണ പറഞ്ഞാൽ കേരളം മുഴുവൻ അത് വിശ്വസിക്കുമെന്ന് താങ്കൾ വിചാരിക്കരുത്. ഇനി അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. തിരികെ തല്ലും എന്ന് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ക്ഷമിച്ച് ക്ഷമയുടെ എല്ലാ നിർത്തിയും കടന്നു. ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇത്ര വിലക്കയറ്റമുള്ള കാലത്ത് ഞങ്ങളുടെ ചെറുപ്പക്കാർ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വലിയ വില കൊടുത്താണ് ഭക്ഷണ സാധനങ്ങൾ മേടിക്കുന്നത്. വലിയ വില കൊടുത്താണ് കേരളത്തിൽ ജീവിക്കുന്നത്. ആ ചെറുപ്പക്കാരുടെ ദേഹത്ത് ഇനി പൊട്ടിച്ച് ചോര ഒലിപ്പിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കലേ വഴിയുള്ളൂ. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചോളാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആശയം കൊണ്ട് ആശയത്തെ നേരിടും, ആയുധം കൊണ്ട് നേരിടാൻ വന്നാൽ ഇനി ഞങ്ങൾ മടിച്ചു നിൽക്കില്ല.